ഇതല്ലേ മംഗലശ്ശേരി വീട്? അതെ. ആരാ? ഞാൻ മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പുമാമയൊന്ന് വിളിക്കൂ. വരേ. അയാളാരാ? എനിക്ക് അപ്പുമാമയെ മാമ്പറ്റ അപ്പുക്കുട്ടി നായർ മൂപ്പരയാണുള്ളത്. ആരാത്? ഒരു പിടിയില്ല. അപ്പുമാഷെ കാണാനെന്ന് തോന്നുന്നു. എവിടെന്നാ? മദ്രാസ്ന്നാ. എന്റെ അമ്മയുടെ അണ്ണാത അപ്പുമാഷ്. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട്? നാട് വിട്ടതല്ല, നാട്ടിൽ നിന്ന് കുറച്ചുകാലം മാറിയുന്നതാ. നീ അങ്ങ് ചീർത്തല്ലോ. ഞാൻ കാണുന്ന കാലത്ത് നീ കോല് പോലെ ഇരുന്നതല്ലേ. ചെല്ല്, ആ പത്തായപ്പുരയിലാ മാഷ് താമസം. മറന്നിട്ടില്ല അപ്പുമാമേ, അച്ഛനൊന്നും മറന്നിട്ടില്ല. ഒരു ടീക്കടയിൽ ജോലിക്ക് നിന്ന് തുടങ്ങിയതാ. ഇപ്പോ ഹോട്ടൽ 4 കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡി കടയും. എന്തായാലും താൻ കേവനായല്ലോ, അത് മതിയടോ. നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമയുടെ മോളുടെ ഞാൻ മേടിച്ചു. അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ ഞാൻ പറഞ്ഞത്. ആ, ഇത് ഭാനു അല്ലേ? പിന്നല്ലാതെ. ശാരദ അങ്ങ് പെരിയ പൊണ്ണാച്ചേ. ഭാനുവിന്റെ നൃത്തവും പാട്ടും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? പാട്ടില്ല, നൃത്തം. അമ്മണി അമ്മായിയുടെ മുറിച്ച മുറി. അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ താൻ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഇക്കൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയെ. ഭാനു നിൽക്കൂ. ഇനി പറയാൻ പോണ കാര്യങ്ങള് ഭാനു കൂടി കേൾക്കണം. നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറൂ. അന്യരുടെ പത്തായപ്പുരയില് ഇത് എത്ര നാളെന്ന് വെച്ചിട്ടാ കഴിയാ? അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ. എന്തേ? എന്താ ഭാനു, ആരും ഒന്നും മിണ്ടാത്തെ? എന്നെ അന്യനായിട്ട് കാണാ? ഏയ്, അങ്ങനെ പറയല്ലേ അച്യുതാ. കുട്ടിമാളും എന്റെ സ്വന്തം പെങ്ങളല്ലേ. ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ. എന്താ ഭാനു? എന്നാൽ ഞങ്ങൾ ഇറങ്ങായി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ. ഇനി ഇവർക്ക് ഞാനുണ്ട്. പക്ഷേ സെഞ്ച ഉദവികൾക്ക് നന്ദിയുണ്ട്. ആ, മദ്രാസിൽ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യൂ. സൈതാപ്പേട്ടിലെ നായരുടെ ഹോട്ടൽ. ആരോട് വെച്ചാലും മതി. എന്നാ വൈകണ്ട മാഷേ. വരേ. പോയി വരൂ. ചെല്ലും മോളെ. ഞാൻ ആലോചിക്കുക ഓരോ മാറ്റങ്ങള്. നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോ ഒരുത്തനെയും ഇങ്ങോട്ട് കാണാനില്ലാന്നായി. ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ലാന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യായി. ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണെന്ന് ബോധ്യാവുക. പണ്ടേ അറിയണമായിരുന്നു അത്. ഞാൻ CS എഴുതുകയായിരുന്നു ഡൽഹിയിലുള്ള. വരേ. കുറച്ചു ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുക, നമുക്കൊരു യാത്ര പോവാം. നല്ല കാര്യം. ഒന്ന് മാറി നിൽക്കണത് നല്ലതാ. എങ്ങടാ ഉദ്ദേശം? ഹരിദ്വാർ, ഋഷികേശ്, കേദാരം, ബദരി. എന്താ? ഡൽഹി ചെന്നിട്ട് CS പ്രോഗ്രാം പോലെ ഫ്രീ ആണെങ്കിൽ അയാളെ കൂട്ടാം. എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ നോക്കിക്കോളൂ. ഉടനെ പറഞ്ഞ ഇവിടത്തെ കാര്യങ്ങളൊന്ന് വ്യവസ്ഥയാക്കാണ്ട് എനിക്ക് വരാൻ കഴിയോ? ഇവിടുത്തെ കാര്യങ്ങള് വീട് പൂട്ടി താക്കോല് കുഞ്ഞമ്പ് താരയിപ്പിക്കുന്നു. എന്നിട്ട് നാളെ തന്നെ വിടുക. അല്ല, നീലന്റെ ഏർപ്പാടെന്ന് പറയുമ്പോ രണ്ടും കൽപ്പിച്ചായിരിക്കുമല്ലോ. അതിനാടോ ത്രില്ല്. മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര. കാശിയിൽ നിന്ന് തുടങ്ങാം. പിന്നിട്ട വഴികൾ, അഴുക്ക് ചാലുകൾ, ചെയ്തു പോയ തെറ്റുകൾ, ഭൂതകാലത്തിന് മുഴുവൻ വെളിയിട്ട് പ്രായച്ചിത്തം നടത്തിയ ഒരു യാത്ര. നീലകണ്ഠൻ? അതെ, കയറിയിരിക്കാം. വേണ്ട, ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നി.
എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നെ മനസ്സിലായില്ലെങ്കിലും മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ്. ഭാനുമതി അറിയാമായിരിക്കുമല്ലേ? ഉവ്വ്, അപ്പുമാഷിന്റെ മോള്. ഇന്ന് അവൾ നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ്. നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്കാവും. ഉവ്വ്, മിടുക്കിയാണ്. ഞാൻ നൃത്തം കണ്ടു. കണ്ടു എന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിച്ചു. എന്നിട്ട് അവളുടെ ചിലങ്ക കഴിപ്പിച്ചു. വീരകൃത്യം അല്ലേ? ഹേ മിസ്റ്റർ, നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രോബ്ലത്തിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഭാനുമതി ഉപേക്ഷിച്ചിരിക്കുക. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തൊലച്ചു. നിങ്ങളെപ്പോലൊരു ഫ്യൂഡൽ തെമ്മാടിയുമായി ഉണ്ടായ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാം. എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും, വലിയ പുണ്യം. ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസമാധാനം കിട്ടില്ല. ഞാൻ ഇറങ്ങുന്നു. ഇത് അപേക്ഷയാണ്. ദുരഭിമാനം മാറ്റിവെച്ച് കഴിയാവുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണം. എന്താ അയാൾ ഉപയോഗിച്ച പ്രയോഗം? ഫ്യൂഡൽ തെമ്മാടി. കൊള്ളാം. അച്ഛനില്ലേ? ഇല്ല, കയറിയിരിക്കൂ. ഭാനുച്ചി, ഭാനുച്ചി, മംഗലശ്ശേരിയിൽ നീലാണ്ടനും ഭാര്യരും വന്നിരിക്കണു. ആ, അച്ഛൻ എപ്പോ വരും കുട്ടി? എത്താറാവുന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ? ചായ വേണം. അത് അനിയത്തിയോട് എടുക്കാൻ പറയാ. എന്നിട്ട് താൻ അവിടെ നിൽക്ക. വന്നത് മാഷിനെ കാണാനല്ല, ഇയാളെ കാണാനാ. ആ മൂപ്പരുണ്ടല്ലോ, ഡൽഹിയിലുള്ള പണിക്കർ. അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലെ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ? അതെ. ആ, അപ്പോ തെറ്റിയിട്ടില്ലേ? ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞാ ഇതൊരു സംഭവമല്ലേ? പക്ഷെ എന്താ ചെയ്യാ, വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കുറെ ശകാരിച്ചിട്ടങ്ങ് പോയി. ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ്, ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരുത്തം കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു മൂപ്പർക്ക്. എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പരിഹസിക്കരുന്ന് പറയൂ വാരമ്മവ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? കാര്യമായിട്ട് തന്നെ. ആ ചിലങ്ക കെട്ടിക്കൂടെ? കേട്ടോ, പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ. വാര്യരെ, അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ. അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുവച്ചി. വേണം മോളെ. എന്റെ കണ്ണീന്നൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ. എന്നാലും ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലാത്ത ആളാ. ഇവിടെ കയറി വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. ഒന്ന് നോവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം. അത് വേണം. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. പോയി. മിടുക്കിയ അല്ലേ വാര്യരെ? മനസ്സുറപ്പ്. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതെല്ലാം ശവങ്ങളായിരുന്നു. തനിക്കറിയോ വാര്യരെ, അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത്. ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം. തീർന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായശ്ചിത്തം ചെയ്യണം അറിയില്ല.